ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് ഫുട്ബോൾ കെ ദിൽ കെ രാജ എന്ന് പറയുന്ന പാഠമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ പാഠം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് ഫുട്ബോളറായിട്ടുള്ള പെലെയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും എന്താണ് അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വന്നു അതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് ഡയറക്റ്റ്ലി പോവാം. അപ്പോൾ നമ്മൾ 55ാമത്തെ പേജ് വരെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. ഇനി 56 നോക്കാം. ഉन्होंने कड़े अभ्यास से अपने शरीर को मजबूत बनाए रखा. കടേ അഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ്, അതായത് കഠിനമായ പ്രാക്ടീസിലൂടെ തൻ്റെ ബോഡി സ്ട്രോങ് ആക്കി വെച്ചു. ജബ്കി ഗറിഞ്ചാനെ അപ്നി പ്രതിഭ ഷരാബ് പി കെ ബിഗാഡ് ദി. ഗറിഞ്ച എന്ന് പറയുന്ന ഫുട്ബോളറെ കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത് മദ്യപാനത്തിലൂടെ തൻ്റെ ടാലൻറ്റ് ഇല്ലാതാക്കി. ഉമ്ർ के साथ जब उनकी आँख और शरीर कमज़ोर पड़ गए तब उन्होंने अपना खेल टीम की ज़रूरत के हिसाब से बदल दिया. അതായത് പ്രായം കൂടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരവും അതുപോലെ തന്നെ കാഴ്ചയും ചെറുതായിട്ട് കുറയാൻ തുടങ്ങി. ആരോഗ്യവും അതുപോലെ തന്നെ കാഴ്ചയും കംസോർ പണ്ണാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയുക അല്ലെങ്കിൽ ദുർബലമാവുക. തബ് ഉനോനെ അപ്ന ഖേൽ ടീം കി സരൂരത് കെ ഹിസാബ് സെ ബദൽ ദിയ. അപ്പോൾ ടീമിൻ്റെ വേണ്ടി അദ്ദേഹം തൻ്റെ ഗെയിം തന്നെ മാറ്റി. ഓക്കെ, കാരണം ആദ്യം ഒറ്റയ്ക്ക് ഗോൾ അടിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ടീമിനെ കൂടി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. വേ ഖുദ് ജിത്തനെ ഗോൾ കർത്തേ थे अपने करिश्मे से दूसरों को भी गोल बना के देते थे. അതായത് വേ ഖുദ് ജിത്തനെ ഗോൾ കർത്തേ थे, അദ്ദേഹം സ്വന്തമായിട്ട് എത്ര ഗോൾ അടിക്കുന്നു അതുപോലെ തന്നെ തൻ്റെ കൂടെയുള്ളവർക്കും ഗോൾ അടിക്കാനുള്ള ചാൻസ് ഒരുക്കി കൊടുക്കുമായിരുന്നു. उनकी अनोखी प्रतिभा का डर तो उनके प्रतिद्वंदियों में था ही उनके लिए एक अनूठा सम्मान भी था. പ്രതിദ്വന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോണൻ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ ആ ടാലൻറ്റിന് ഒപ്പോണൻസ് ഭയപ്പെട്ടിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ അദ്ദേഹത്തിനോടുള്ള ഒരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നു. അനൂഠ സമ്മാൻ. ഉൻകെ ഹുണർ കി തരഹി ഉൻകി മുസ്കാൻ ബി മഷൂർ ദി. അതായത് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിരിയും വളരെ പോപ്പുലറായിരുന്നു. टीवी, इंटरनेट और सोशल मीडिया के पहले पेले का नाम सारी दुनिया जानती थी. അതായത് TV, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പെലെയെക്കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞിരുന്നു. കാരണം ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ പോപ്പുലർ ആവാൻ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഒരാൾ പോപ്പുലർ ആവും സോഷ്യൽ മീഡിയ ഉള്ള കാരണം. പക്ഷെ അന്ന് അതുപോലെയല്ല, അത്ര മീഡിയ അത്ര സ്ട്രോങ് അല്ല. പക്ഷെ എന്നിട്ടും പെലെയെക്കുറിച്ച് ആളുകളെല്ലാം അറിഞ്ഞിരുന്നു. ഹർ ഹർമേം പതാതാക്കി പെലെ കോൻ ഹെ. എല്ലാ വീട്ടിലും അറിയായിരുന്നു പെലെ ആരാണെന്ന്. വേ പെലെ ഖിലാഡി ദേ ജിൻ പർ അനേക് ഫിൽമേം ബനി. അദ്ദേഹം ഫസ്റ്റ് പ്ലെയറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. അതായത് കുറേ സിനിമകൾ വന്നിട്ടുള്ള ആദ്യത്തെ ഫുട്ബോൾ പ്ലെയറും അദ്ദേഹം തന്നെയാണ്. ഐസെ കൈ ഗോൾ കീപ്പർ ദേ ജോ അപ്നാ പരിചയ ദേത്തെ സമയം ബതാ ദേക്കി പെലേനെ ഉന്നെ കൈസെ ചക്മാ ദിയാദ. അതായത് കുറേ ഗോൾ കീപ്പേഴ്സ് തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പെലെയെക്കുറിച്ച് അവിടെ പറയാറുണ്ട്. കാരണം പെലെ എങ്ങനെയാണ് അവരെ കബളിപ്പിച്ച് ഗോൾ അടിച്ചത്, അത് അവരെ സംബന്ധിച്ചൊരു വലിയ നേട്ടമാണ്. ഓക്കെ, അതിനെക്കുറിച്ച് അവർ അഭിമാനത്തോടെ പറയാറുണ്ട്. ഫുട്ബോൾ की लोकप्रियता പെലെ की ഖ്യാതി के साथ दुनिया भर में फैली. അതായത് പെലെ പോപ്പുലർ ആയ പോലെ തന്നെ ഫുട്ബോളും പോപ്പുലർ ആവാൻ തുടങ്ങി. और ये सब उन्होंने तब किया जब अफ्रीकी मूल के काले वर्ण के लोगों का दुनिया भर में अपमान होता था. അപ്പോൾ ഈ പെലെയുടെ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ അവഗണന നേരിടുന്ന ഒരു സമയമാണ്. ഓക്കെ, ആ സമയത്താണ് പെലെ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഫുട്ബോളറായിട്ട് വരുന്നത്. ഉന്നെ കമ്മദർ ആങ്കാ ജാത്താത. അവരെ താഴേക്കിടയിൽ നിന്ന് അവരെ കണക്കാക്കിയിരുന്നു. പിന്നെ बिना स्कूल की शिक्षा के भयानक गरीबी और भूखमरी से निकल के फुटबॉल के दिल पर इस तरह किसी दूसरे ने राज नहीं किया. അതായത് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല, അതുപോലെ തന്നെ ദാരിദ്ര്യം, പട്ടിണി, ഇതിലൂടെയൊക്കെ കടന്നു വന്നിട്ട് ഫുട്ബോളിൻ്റെ നെറുകയിലെത്തിയ മറ്റൊരു പ്ലെയർ ഇല്ല, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ മറ്റൊരു പ്ലെയർ ഇല്ലെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആകെ കോയി കർസക്കുക. ഇനി ആരെങ്കിലും ഈ രീതിയിൽ മുന്നോട്ട് വരുമോ പെലെയെ പോലെ? ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുകയാണ് റൈറ്റർ. ജി ഹാ, ഫുട്ബോൾ കാ ഏക് രാജാ ഹേ ഹമേഷ രഹേഗ. ഫുട്ബോളിന് ഒരേ ഒരു രാജാവേ ഉള്ളൂ, അതെപ്പോഴും അദ്ദേഹമായിരിക്കും. നക്കാർനയ്ക്ക് ഹിമ്മത്ത് ന കീജിയേക. നക്കാർന എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്യജിക്കുക, അല്ലെങ്കിൽ അസ്വീകാർ കർണ, അതൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അസ്വീകാർ കർണ അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല.
क्या आपने आपको पहले समझ रखा है. അപ്പോൾ എന്തൊരു ഒരു വിശേഷണം പോലെ പറയുവാണ്. ക്യാ ആപ്നെ ആപ്കോ പെലെ സമജ് രഖാ ഹെ. എന്താണ്, നിങ്ങളെ പെലെയായെന്ന് കണക്കാക്കുന്നുണ്ടോ എന്ന് റൈറ്റർ പറയുവാണ്. അതൊരു ആശ്ചര്യചിഹ്നമിട്ട ഒരു കൊട്ടേഷനായിട്ട് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം. കാരണം എന്താണ്, ഫുട്ബോൾ നന്നായിട്ട് കളിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ, ക്യാ ആപ്നെ ആപ്കോ പെലെ സമജ് രഖാ ഹെ. അങ്ങനെ ഒരു ശൈലിയായിട്ട് കൊടുത്തിരിക്കുകയാണ് ആ സെൻറ്റൻസ്. അതോടുകൂടി നമ്മളുടെ പാഠം തീർന്നു. कई कठिनाइयों के शिकार होने के बावजूद पेले ने लोगों के दिल पर राज किया. ये कैसे संभव हो सका. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും പെലെ എന്താണ്, ആളുകളുടെ മനസ്സ് കീഴടക്കി. ഈ കേസെ ഇതെങ്ങനെയാണ് പോസിബിൾ ആയത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം അതുപോലെ തന്നെ മെഹനത്ത്, इन दोनों चीज़ों से उन्होंने ഫുട്ബോൾ കെ ദിൽ കാ രാജാ ബന. ഓക്കെ, നമ്മൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. ഇപ്പോൾ കുറേ ഫുട്ബോളേഴ്സിൻ്റെ പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ പെലെയെക്കുറിച്ചും അദ്ദേഹം എങ്ങനെ ഇത്ര പോപ്പുലറായി അതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ജീവനിയൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡോക്യുമെൻ്ററി. ഓക്കെ, എനിവേസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ജീവനി തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കിത് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ ബൈ.